Chapter 10 force in the dictation words on number 1 first word is force. First word force. അറിയാവുന്നത് മാത്രം എഴുതുക കേട്ടോ. ജസ്റ്റ് നിങ്ങൾക്ക് എന്താണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്തുമാത്രം അത് മനസ്സിലാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ വേർഡ്സുകൾ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് സ്പെല്ലിങ്ങുകൾ എത്ര വേർഡ്സിന് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഡിറ്റേഷൻ ഇടുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്നത് മാത്രം എഴുതുക. ബുക്ക് നോക്കി എഴുതാനോ അല്ലെങ്കിൽ ആരോടെ അമ്മയോട് ചോദിച്ചിട്ട് എഴുതാനോ ഒന്നിനും ശ്രമിക്കണ്ട കേട്ടോ. ഫസ്റ്റ് വേർഡ് ഈസ് ഫോഴ്സ്. Force. First word is force. Second word muscular force. Second word muscular force. Second word muscular force. Muscular force. Muscular force. Third word gravitational force. Gravitational force. നിരഞ്ജനും ഹിനയൊക്കെ എവിടെ? ക്ലാസ്സിൽ ജോയിൻ ചെയ്തെങ്കിൽ വീഡിയോ ഓൺ ചെയ്തേ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. നിരഞ്ജൻ എവിടെ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. Gravitational force. അറിയാവുന്നത് മാത്രം എഴുതുക. ഹിന എവിടെയാണ് നോക്കി എഴുതുന്നത്? അറിയാവുന്നത് മാത്രം എഴുതിയാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. എല്ലാരോടും കൂടിയാ പറഞ്ഞേ. Third word gravitational force. നിരഞ്ജൻ ഡിറ്റേഷൻ വേർഡ്സ് ആണ് എഴുതുന്നുണ്ടോ? സാൽ എന്താണ് അവിടെ ചെയ്തോണ്ടിരിക്കുന്നത്? ഡിറ്റേഷൻ വേർഡ്സ് എഴുതുന്നുണ്ടോ അതോ വെറുതെ ഇരിക്കണോ? മുഹമ്മദ് ഡിറ്റേഷൻ വേർഡ്സ് ഞാനിപ്പോ പറഞ്ഞോണ്ടിരിക്കുന്നേ 3 എണ്ണം പറഞ്ഞു. ഇപ്പോ ഫസ്റ്റ് വേർഡ് അന്ന് ക്ലാസ്സിലില്ലായിരുന്നോ? ഏത് ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല? മ്യൂട്ട് ചെയ്തിട്ട് അവിടെ ശ്രദ്ധിച്ചോണ്ടിരിക്കും. ഫസ്റ്റ് വേർഡ് ഫോഴ്സ്, സെക്കൻഡ് വേർഡ് മസ്കുലാർ ഫോഴ്സ്, തേർഡ് വേർഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഫോർത്ത് വേർഡ് നിരഞ്ജൻ 4 തൊട്ട് എഴുതാൻ തുടങ്ങിക്കോട്ടോ. ഫോർത്ത് വേർഡ് തൊട്ടെ മെക്കാനിക്കൽ ഫോഴ്സ്. Fourth word mechanical force. Mechanical force. Mechanical force. നാലാമത്തെ വേർഡ് മെക്കാനിക്കൽ ഫോഴ്സ്. ആദിശ്രീ ഇപ്പോഴാണോ ഡിറ്റേഷൻ ആണോ ചെയ്തോണ്ടിരിക്കുന്നത്? നാലാമത്തെ വേർഡ് ഇപ്പൊ പറഞ്ഞത് മെക്കാനിക്കൽ ഫോഴ്സ്, ഡിറ്റേഷൻ ആണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. അഞ്ചാമത്തെ വാക്ക് തൊട്ട് എഴുതിക്കോളൂ കേട്ടോ. ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫിഫ്ത്ത് വേർഡ്
frictional force. അഞ്ചാമത്തെ വേർഡ് frictional force. എഴുതിയോ അഞ്ചാമത്തെ വേർഡ് ഫ്രിക്ഷണൽ ഫോഴ്സ്? ആറാമത്തെ വേർഡ് പുഷ്. പുഷ് ഓർ പുൾ നമ്മൾ പഠിച്ചില്ലേ? പുഷ്, അതിലെ പുഷ്. ആറാമത്തെ വാക്ക് പറയ്. പുഷ് 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 ചെയ്യാ. പുഷ്. പുഷിനകത്ത് പുഷ് ചെയ്യുക. അതിന്റെ വേർഡാണ് പുഷ്. ആറാമത്തെ വാക്ക് പുഷ്. ഏഴാമത്തെ വേർഡ് പുൾ. പുഷ് ആൻഡ് പുഷ് ഓർ പുൾ, അതിലകത്തെ പുൾ. force, calculation force, mechanical force, frictional force, push pull. ഓർ പുള്ളിനകത്തെ പുൾ. മറ്റേ ബോക്സിനകത്ത് ഓർ പുള്ളിനകത്തെ പുൾ. എഴുതി. എട്ടാമത്തെ വാക്ക് ലാസ്റ്റ് വാക്കാണ് കേട്ടോ. 8 ഡിറക്ഷൻ. 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 ഇറ്റ് ക്യാൻ ചേഞ്ച് ദ ഡിറക്ഷൻ. നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു മൂവിങ് ഒബ്ജക്റ്റിന്റെ ഡിറക്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പഠിച്ചു. അതാണ് ആ വാക്കാണ് ഡിറക്ഷൻ. എട്ടാമത്തെ വാക്ക് ഡിറക്ഷൻ. ടോട്ടൽ 8 വേർഡ്സ് ആണ്. ഒന്നുകൂടെ ഞാൻ ആദ്യം തൊട്ട് പറയാം. ഫസ്റ്റ് വേർഡ് ഈസ് ഫോഴ്സ്. സെക്കൻഡ് വേർഡ് മസ്കുലാർ ഫോഴ്സ്. തേർഡ് വേർഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഫോർത്ത് വേർഡ് mechanical force. Fifth word frictional force. Sixth word push. Seventh word pull. And eighth word is direction. Tina, എന്ത് പറ്റി? ഹാൻഡ് റൈസ് ആണല്ലോ. എന്ത് പറ്റി? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഹിന മോളെ അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കൂ. ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത് എന്തിനാണ്? വെറുതെ ആണോ? കട്ടായോ? ഓക്കെ, ഇനി നമുക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. First word force.
Second word, muscular force. Third word, gravitational force. Fourth word, mechanical force. Fifth word, frictional force. Sixth word, push. Seventh word, pull. Eighth word, direction. എല്ലാരും ചെക്ക് ചെയ്യൂ. മാർക്കുകളൊക്കെ തന്നെ കൊടുത്തോളൂ കേട്ടോ. 8ൽ എത്ര എണ്ണം ശരിയായി? നോക്കി കഴിഞ്ഞോ? റിഫ മറിയം, എന്താണ് റിഫ? അൺമ്യൂട്ട് ചെയ്യൂ. ഒരെണ്ണം തെറ്റി. ടീച്ചർ ചോദിക്കട്ടെ, എല്ലാരും ചെക്ക് ചെയ്ത് കഴിഞ്ഞു നോക്കട്ടെ. എല്ലാരും ചെക്ക് ചെയ്ത് കഴിഞ്ഞോ? സ്ക്രീൻ മാറ്റിക്കോട്ടെ. ആരെങ്കിലും ചെക്ക് ചെയ്യാനുണ്ടോ? ഇല്ല. ഓക്കെ, ഫൈൻ. യെസ്, ഫുൾ മാർക്ക് കിട്ടിയ ആരെങ്കിലും ഉണ്ടോ? 8 out of 8. ഓഹോ, ഇത്ര പേരുണ്ടോ? ആഹാ, കൊള്ളാലോ. നൈനിക, സജസ്, നിരഞ്ജൻ. നിരഞ്ജൻ ഫുൾ മാർക്ക് കിട്ടിയോ മോനെ? മോൻ മുഴ എഴുതിയോ? എഴുതിയോ? മുഴ എഴുതിയോ? 8 എണ്ണം എഴുതാൻ പറ്റിയോ? 8 വാക്ക് എഴുതാൻ പറ്റിയോ? എഴുതി. ഓക്കെ, വരുൺ, അർജുൻ, ഇഷാൻ. റിഫയ്ക്ക് ഏതാണ് തെറ്റിയത്? റിഫ, ഓക്കെ, വെരി ഗുഡ്. കണ്ടു. എല്ലാരും ഹാൻഡ് ലോവർ ചെയ്തോളൂ. റിഫയ്ക്ക് ഏതാണ് തെറ്റിയത്? ഡിറക്ഷൻ തെറ്റിപ്പോയി. ഹിനക്ക് എന്ത് സംഭവിച്ചു? ഹിന, ഒന്നും കേട്ടില്ല. ഓക്കെ, ആദിശ്രീ എഴുതിയോ? എഴുതാൻ പറ്റിയോ? യെസ് മിസ്, എഴുതാൻ പറ്റി. ഇവിടെ എഴുതാൻ പറ്റിയോ? ആ, എഴുതി. ഫുൾ മാർക്കാണോ? ആ, ഓക്കെ, ഫൈൻ. അർച്ചിത എഴുതിയോ? അർച്ചിത ഡിറ്റേഷൻ എഴുതിയോ? ഇല്ല. എഴുതി. എന്നിട്ട് ശരിയായി. ഡിറക്ഷൻ തെറ്റിപ്പോയി. ഓക്കെ, തെറ്റിപ്പോയവരെ എഴുതി പഠിക്കുക കേട്ടോ. അപ്പൊ നമ്മള് ഓക്കെ. ഇഷാൻ ഞാൻ കണ്ടു. ഇഷാൻ, അർജുൻ, സജസ് ഒക്കെ ഹാൻഡ് ഓവർ ചെയ്തോളൂ. ഞാൻ കണ്ടു. ഫുൾ മാർക്ക് ഉണ്ട്. ഹാൻഡ് ഓവർ ചെയ്തോളൂ. ഓക്കെ, ഇനി നമുക്ക് എന്താണ് അടുത്ത ചാപ്റ്റർ ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. റീക്യാപ്പ് ആൻഡ് റിവിഷൻ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തതല്ലേ? നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ്. യെസ്. ഓക്കെ, നമ്മുടെ ടൈം ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട്. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം. ഈ ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസ് ഞാനൊന്ന് നമുക്ക് റിവൈസ് ചെയ്യാം. ആർക്കൊക്കെ ഓർമ്മയുണ്ടോ നോക്കട്ടെ. വാട്ട് യു മീൻ ബൈ ഫോഴ്സ്? ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എത്ര പേർക്ക് ആൻസർ അറിയാം? ഒന്ന് കൈ പൊക്കിക്കാൻ നോക്കട്ടെ. വാട്ട് യു മീൻ ബൈ ഫോഴ്സ്? എത്ര പേർക്ക് ആൻസർ അറിയാം?
എനിക്ക് ഇംഗ്ലീഷിൽ ആൻസർ പറയണം കേട്ടോ, മലയാളത്തിൽ പറയാൻ പാടില്ല. അങ്ങനെയുള്ളവർ മാത്രമേ കൈപൊക്കാവുള്ളൂ. ഇംഗ്ലീഷിൽ ആൻസർ പറയാൻ കോൺഫിഡന്റ് ആയിട്ടുള്ളവർ മാത്രം കൈപൊക്കുക. ഓക്കെ, നിരഞ്ജൻ, യെസ്, ടെൽ മീ. Acting on the അതിങ്ങോട്ട് a പറഞ്ഞേ. push or pull. ആ Acting ആ on an ആ object അമ്മേ is നോക്കാതെ. called ആ force. force, yes. And push or pull acting on an object is called force. ഒരു പുഷോ അല്ലെങ്കിൽ പുള്ളോ ഒരു ഒബ്ജക്റ്റില് നമ്മൾ കൊടുക്കുമ്പോൾ അതിനെ നമ്മൾ ഒരു ഫോഴ്സ് കൊടുക്കുകയാണെന്ന് നമ്മൾ പറയും അല്ലെ? യെസ്. വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫോഴ്സ്? സജസ്, നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫോഴ്സസ് പഠിച്ചു അല്ലെ? ഏതൊക്കെയാണ് സജസ്? Muscular force, ആ gravitational force, ആ mechanical force, ആ frictional force. യെസ്. ഓക്കെ, ഗുഡ്. റിഫ, മറിയം, Yes. മെക്കാനിക്കൽ ഫോഴ്സിന് ഒരു എക്സാമ്പിൾ പറഞ്ഞേ. മെക്കാനിക്കൽ ഫോഴ്സ്. Garden cutting. ഗാർഡൻ കട്ടിങ്ങോ? ആ, ഗാർഡനിൽ എന്താണ് കട്ട് ചെയ്യാ? പ്ലാൻ കട്ടിങ്. പ്ലാന്റ്. Plants cutting. കട്ടിങ് ദ പ്ലാന്റ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് വാട്ട്? കറക്റ്റാ പറയണം, ഫുൾ ആയിട്ട് പറയൂ. Garden cutting and shaping. വിത്ത് വാട്ട്? എന്തിന്റെ സഹായത്തോടെയാണ്? എന്താണ് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്? യെസ്. ഗാർഡൻ നമ്മള് പ്ലാന്റ്സുകളൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ സിസർ ഉപയോഗിക്കുമ്പോൾ അതിനെ ഒരു മെക്കാനിക്കൽ ഫോഴ്സ് ആണ് അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അർജുൻ, എക്സാമ്പിൾ ഫോർ റിഫ, മ്യൂട്ട് ചെയ്തേ. Give me an example for frictional force. Ball മോളിലേക്ക് എറിഞ്ഞത്. Frictional force. സൈക്കിൾ ചവിട്ടുമ്പോൾ ബ്രേക്ക് അടിക്കുമ്പോൾ അത് സൈക്കിൾ സ്റ്റോപ്പ് ചെയ്യും ഫ്രിക്ഷണൽ ഫോഴ്സ് കൊണ്ട്. ആ, ഇംഗ്ലീഷ് പറഞ്ഞേ. Cycle will stop when we apply brake. Yes. Okay, അങ്ങനെ പറയണം, ഇംഗ്ലീഷിൽ പറയണം കേട്ടോ. Yes. Okay, good. Okay, miss. Ishan, give me an example for gravitational force. A fruit Gravitational coming down. fruit coming. എന്താണ്? A fruit falls down from the tree. Yes, a fruit falls down from the trees due to gravitational force. Yes, okay. Adisri, example for muscular force. Push a chair. Pushing a chair. Yes, good. Nainika, mechanical force. Yes. Mechanical force. Cutting vegetable using knife. Cutting vegetables using knife. Knife എന്നാണ് പറയാ കേട്ടോ. Yes, okay, good. Tina, gravitational force example. Fruits fell down from the tree. ആ പറഞ്ഞു കൊടുക്കുകയാണ് അവിടെ. Fruits falling down from the tree. ആണോ? ആ, okay. ഇനി ആരോടാണ് ചോദിക്കാനുള്ളത്? Archit, muscular force. Yes. Muscular force an example. Muscular
മിസ് ഒന്നുകൂടി പറയാ. മസ്കുലർ ഫോഴ്സിന്റെ എക്സാമ്പിൾ എന്താണ്? ഒരു എക്സാമ്പിൾ പറയൂ. ത്രോയിങ് എ ബോൾ, കിക്കിംഗ് എ ബോൾ, ഇതൊക്കെ എന്താണ്? മസ്കുലർ ഫോഴ്സിന് എക്സാമ്പിൾ ആണ് കേട്ടോ. പഠിക്കുന്നില്ല, അതുകൊണ്ടാണ്. ഓക്കെ, സോ ഫോഴ്സ് എന്നുള്ള ചാപ്റ്റർ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അടുത്ത ചാപ്റ്റർ ഞാൻ ഓൾറെഡി തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വി വിൽ ഗോ വിത്ത് ദ നെക്സ്റ്റ് ചാപ്റ്റർ. ഓക്കെ.